എല്ലാ ലേഡീസിൻ്റെയും പ്രോബ്ലമാണ് ആപ്സും തൈസും. നമുക്കിന്ന് ആപ്സ് മാത്രം ഫോക്കസ് ചെയ്തിട്ടൊരു വർക്കൗട്ട് ചെയ്യാം. ഹൈ ഇൻറ്റൻസിറ്റി തന്നെ ആയിക്കോട്ടെ, പക്ഷേ ശ്രദ്ധിക്കുക, ഇത് ഡെയിലി ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ഇൻ്റർവെൽ വേണം. നിങ്ങൾ ഫസ്റ്റ് വേണമെങ്കിൽ ആപ്സ് വർക്കൗട്ട് ചെയ്യാം, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഫുൾ ബോഡി, പിന്നെ മസിൽ സ്ട്രെങ്തനിങ്, അങ്ങനെ ഒരു ഇത്തിരി ഗ്യാപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ മസിൽസ് വീക്ക് ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇതിൽ ചിലതൊക്കെ ഡെയിലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞു തരാം. നമുക്ക് ടൈം കളയാണ്ട് ചെയ്താലോ, ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആവും കേട്ടോ, ട്രസ്റ്റ് മീ. അപ്പോൾ സ്റ്റാർട്ടിങ് എല്ലാവരും ഒന്ന് വാമപ്പ് ചെയ്തോളൂ. എൻ്റെ മിക്ക വീഡിയോസിലും വാമപ്പ് ഉണ്ട്, വേണമെങ്കിൽ അതൊന്ന് കണ്ട് ചെയ്തിട്ട് ഇതിലേക്ക് വരാം. അത് വെരി നോർമൽ ബേസിക് കാര്യങ്ങളൊക്കെ ഡെയിലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. വാ, നമുക്ക് എന്തായാലും തുടങ്ങാം. ഇങ്ങനെ പിടിച്ചോ. റെഡി? 5 6 7 ഗോ. 1 2 3 4 5 6 7 8. സ്വിച്ച്. 1 2 3 4 5 6 7 8. കോറ് ടൈറ്റ് ആക്കുക. 2 3 4 5 6 7 8. സ്വിച്ച്. 1 2 3 4 5 6 7 and 8. ഇനി സൈഡ് ക്രഞ്ച് ഉണ്ട്. തൽക്കാലം അത് സ്കിപ്പ് ചെയ്യാം. ബട്ട് അത് ശരിക്കും സൈഡ് നമ്മുടെ ടയറിനുണ്ടല്ലോ, ലവ് ഹാൻഡിൽസിന് അത് നല്ലതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഡയഗണൽ ക്രഞ്ചസ്. അത് നമുക്ക് നല്ല ഇൻറ്റൻസിറ്റിയിൽ ചെയ്യാം. സാധാരണ നമ്മൾ ചെയ്യുന്നത് സ്ലോ ആയിട്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇത് നല്ല പോലെ ഇങ്ങനെ അടിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാൻസ് വർക്കൗട്ടിലൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. സോ ലെറ്റ്സ് ഡു ദാറ്റ്. 1 2 3 4 5 6 7 8. Switch. 1 2 3 4 5 6 7 8. ഇത് 2 റിപ്പീറ്റേഷൻസ് പോവാം. 3 4 5 6 7 8. 1 2 3 4. Last 4 3 2 and 1. ഇതാണ് ക്രഞ്ചസ്. ഫോൾഡ് യുവർ ലെഗ്സ്. കാല് രണ്ടും ഇങ്ങനെ മടക്കി വെക്കുക. കൈ രണ്ടും നമ്മുടെ തലയുടെ ബാക്കിൽ ഇങ്ങനെ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഷോൾഡർ ലെവലിൽ നിന്ന് വേണം ലിഫ്റ്റ് ചെയ്യാൻ കേട്ടോ. ഒരിക്കലും കഴുത്ത് വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവരരുത്, നെക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. റേസ് യുവർ ഷോൾഡർ. ഓക്കെ, ഇങ്ങനെ റേസ് ചെയ്യുക, കാല് രണ്ടും പൊക്കുക. ആൻഡ് ദെൻ ഡു സൈക്ലിംഗ്. കാലുകൊണ്ട് ഇങ്ങനെ സർക്കിൾസ് ക്രിയേറ്റ് ചെയ്യുക. ഇത് മാക്സിമം വൈഡായിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ആൻഡ് എൻഗേജ് യുവർ കോർ. ലെറ്റ്സ് ഡു ദിസ് ഫോർ 15 കൗണ്ട്സ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 and 50. ഇനി കാല് താഴെ വെക്കുമ്പോൾ പതുക്കെ വെക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുക, അല്ലാണ്ട് ഇങ്ങനെ ടക്കേന്നൊന്നും പറഞ്ഞ് കൊണ്ടിടരുത്. Keep it slowly. That's our first one. Second one, bicycle crunches എന്ന് പറയും. അതിന് വീണ്ടും ഇതേ സെയിം പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, കാല് പൊന്തിക്കുക. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് സൈക്ലിംഗ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഓപ്പോസിറ്റ് എൽബോ ടു നീ ടച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ അതർ ലെഗ് ഓട്ടോമാറ്റിക്കലി ഒരു സ്ട്രെയിറ്റ് കിക്ക് ഇങ്ങനെ വരും. ഓക്കെ, ചെയ്യാം. ആപ്സ് ടൈറ്റ് ആക്കുക. ഹോൾഡ്. റെഡി? 5 6 7 ഗോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 and last. Now slowly കാല് താഴെ പതുക്കെ വെക്കാം കേട്ടോ. ഓക്കെ, ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ ചെറിയൊരു കഴപ്പൊക്കെ ഉണ്ടാവാം. പതുക്കെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഡു ബട്ടർഫ്ലൈസ്. ഇങ്ങനെയാണ് നമ്മൾ റിലാക്സ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് അവർ സെക്കൻഡ് വൺ. തേർഡ് വൺ എന്ന് പറയുമ്പോൾ ലെഗ് റേസസ്. കൈ പതുക്കെ നമ്മുടെ ബമ്മിൻ്റെ താഴെ പ്ലേസ് ചെയ്യുക. തമ്പ് മാത്രം കേട്ടോ, തമ്പ് മാത്രം. അതർ 4 ഫിംഗേഴ്സ് ഷുഡ് ബി ഔട്ട്സൈഡ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യാം. എന്നിട്ട് കാല് ഇങ്ങനെ റേസ് ചെയ്യാം. ഓക്കെ, പറ്റുകയാണെങ്കിൽ ഷോൾഡർ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക. നൗ സ്ലോലി ബ്രിങ് ഇറ്റ് ഡൗൺ. താഴെ മുട്ടാൻ പാടില്ല. വീണ്ടും അപ്പ്. അഗൈൻ സ്ലോലി ഡൗൺ 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 ആൻഡ് ഡൗൺ. 3. Slowly down, down,
down and down. 4. Slowly down, down, down and down. ബിഗിനേഴ്സിന് ഷോൾഡർ ഇങ്ങനെ റേസ് ചെയ്ത് പിടിക്കണം എന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഫ്ലോറിൽ റെസ്റ്റ് ചെയ്യാം, പക്ഷേ കാലിത് സെയിം ചെയ്യാം. സ്ലോലി ഡൗൺ, ഡൗൺ, ഡൗൺ ആൻഡ് ഡൗൺ. 8. Slowly down, down, down and down. And last 10. ഹോൾഡ് ചെയ്യാൻ നോക്കാം. ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പതുക്കെ ഡൗൺ, ഡൗൺ, ഡൗൺ ആൻഡ് ഡൗൺ. ഇപ്പോൾ ഇവിടെ ശരിക്കും നല്ലപോലെ ഹെവി ആയിട്ടുണ്ടാവും. പതുക്കെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. സോ നമ്മളിപ്പോൾ 3 വർക്കൗട്ട് ചെയ്തു. ഫസ്റ്റ് വൺ cycling, second one bicycle crunches and third one leg raises. Okay, next one, ഇത് ആക്ച്വലി ഇത്തിരി ഹെവിയാണ്, അപ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്താൽ മതി കേട്ടോ. പറ്റുന്നത്ര ചെയ്താൽ മതി, പക്ഷേ ഓൾവേസ് ട്രൈ ടു പുഷ് യുവർ ലിമിറ്റ്. ഇങ്ങനെ കിടക്കാം. ഓക്കെ, ഞാൻ വീണ്ടും പറയാം, ഒരിക്കലും ഹെഡ് ഇങ്ങനെ കൊണ്ടുവരരുത് കേട്ടോ. നെക്ക് ഇഞ്ചുറി ഉണ്ടാവും, സിവിയർ ആയിരിക്കും. അപ്പോൾ ഓൾവേസ് ബി കെയർഫുൾ. നമ്മളിങ്ങനെ ഷോൾഡർ ലെവലിൽ നിന്ന് ഇങ്ങനെ പതുക്കെ ലിഫ്റ്റ് ചെയ്യുക ആൻഡ് ട്രൈ ടു ലുക്ക് സ്ട്രെയിറ്റ് നോക്കിയിട്ട് ഇങ്ങനെ വരുമ്പോൾ എന്തായാലും ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന നോക്കിക്കോ. കോറ് നല്ലപോലെ ടൈറ്റാക്കി കീപ് യുവർ ഹാൻഡ്സ് ഹിയർ ആൻഡ് ദെൻ സ്ലോലി തൈസ് ഇങ്ങനെ ഫീൽ ചെയ്ത് ക്രഞ്ച് ചെയ്യുക. ടോപ്പിലെത്തുമ്പോൾ ഹോൾഡ് ആൻഡ് ദെൻ സ്ലോലി ഡൗൺ. ഇത് ഹെവിയാണ് കേട്ടോ. ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. നൗ 2 ആൻഡ് സ്ലോലി ഡൗൺ. 3. Slowly down. 4. Slowly down. 5. Slowly down. 6. Slowly down. 7. Slowly down. 8. Slowly down. Last 2. Slowly down. Last 1. Try to hold and then slowly down. പതുക്കെ അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കാണിച്ച ലാസ്റ്റ് 2 വർക്കൗട്ട് ഉണ്ടല്ലോ, അതാണ് ഞാൻ പറഞ്ഞത് ഡെയിലി ചെയ്യരുത് കേട്ടോ, ഓൾട്ടർനേറ്റീവ്ലി ചെയ്യാം. നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗോ ഫോർ റഷ്യൻ ട്വിസ്റ്റേഴ്സ്. ഓക്കെ, സ്ലോലി ഗെറ്റ് അപ്പ്. കാലിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുക. പതുക്കെ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. നമ്മളുടെ ബമ്മിൻ്റെ ബാക്കിലായിട്ട് 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. കൈ ഇങ്ങനെ ലോക്ക് ചെയ്യുക. ലീൻ ബാക്ക്, കുറച്ച് ബാക്കിലോട്ട് ഇങ്ങനെ ബോഡി ഇങ്ങനെ പുഷ് ചെയ്തു. ആൻഡ് ദെൻ ട്രൈ ടു ട്വിസ്റ്റ്. 1, 2 ചെയ്യാം. 3, 4, 5, 6, 7, 8, 9 and 10. ഇതാണ് റഷ്യൻ ട്വിസ്റ്റേഴ്സ്. നൗ ലാസ്റ്റ് ഒരെണ്ണം കൂടെ ചെയ്യാം. ഇത് നിങ്ങൾ ആക്ച്വലി നമ്മൾ ആദ്യം ഒരു സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതന്നെ ഈ ചെയ്തതെല്ലാം ഒരു തവണയും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഓക്കെ, ലാസ്റ്റ് കൂടെ കാണിച്ചു തരാം. ഇങ്ങനെ കിടക്കുക. നൗ പുൾ യുവർ നീസ്, നല്ല പോലെ പുള്ള് ചെയ്യുക. ആൻഡ് ദെൻ ടച്ച് ദ മിഡിൽ, ഇവിടെ മിഡിലിൽ ടച്ച് ചെയ്യുക. കാല് സ്പ്രെഡ് ചെയ്തിട്ട് കേട്ടോ. അഗൈൻ ഗോ ബാക്ക്. ഇങ്ങനെ ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9 and 10. സോ നമ്മൾ ഇത്രയും ചെയ്ത വർക്കൗട്ട് ഉണ്ടല്ലോ,
സൈക്ലിംഗ് തൊട്ടിട്ട് ഇതുവരെ ഒരു ഗ്യാപ്പ് എടുക്കുക ആൻഡ് റിപ്പീറ്റ് ദ സെയിം. സോ നിങ്ങളിപ്പോൾ ഇന്ന് ആപ്സ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം 2 തവണ ചെയ്യുക ആൻഡ് ദെൻ സ്റ്റോപ്പ് ഇറ്റ്. നെക്സ്റ്റ് ഡേ മേ ബി ഫുൾ ബോഡി കാർഡിയോ മസിൽ സ്ട്രെങ്തനിങ് എന്തെങ്കിലും ചെയ്യാം. വീക്ക്ലി ഒരു 3 days ഒക്കെ ഇത്ര ഹൈ ഇൻറ്റൻസിറ്റിയിൽ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് കാർഡിയോ ചെയ്യാം, അല്ലെങ്കിൽ നിന്നിട്ടുള്ള ക്രഞ്ചസ്, പെൻഡുലം സ്വിങ്സ്, അങ്ങനത്തെ കുഞ്ഞു സൈക്ലിംഗ് ഒക്കെ ചെയ്യാം. യാ, അപ്പോൾ ഇതാണ് ആപ്സ് വർക്കൗട്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പതുക്കെ നമ്മൾ ഡംബിൾസ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ഫുൾ ബേൺ ചെയ്ത് കളയാം. ഹോപ്പ് യു എൻജോയ് എന്ന് വെച്ചാൽ വേർത്ത് എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. Now